നമ്മുടെ അനുഗ്രഹീതനായ കർത്താവിന്റെ നാമത്തിൽ എല്ലാവർക്കും എല്ലാ ആശംസകളും. It's a privilege for me to come and be with all of you, because you all know this. You all are part of my family. നിങ്ങളോടെല്ലാവരോടും ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം നിങ്ങളെല്ലാവരും എൻ്റെ കുടുംബത്തിന്റെ ഭാഗമാണ്. It's been about a year since I was here last for my dad's funeral, but one year has passed very quickly, and I was longing to come back. പിതാവിന്റെ ശവസംസ്കാരത്തോടുള്ള ബന്ധത്തിലാണ് ഒരു വർഷം മുമ്പേ വരാനിടയായത്. അതിനുശേഷം സമയം വളരെ പോയല്ലോ. വീണ്ടും ഇങ്ങനെ കടന്നു വരുവാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. Abby wrote me. I was not planning. This was not a preaching trip. This was supposed to come and take care of some issues with the house and other things. And so, but Abby called and messaged me to see if I'll be interested in speaking. And I typically do not say no when the Lord gives you an opportunity to share His precious word. We have to be ready. So that's why I'm here. ഇത്തവണത്തെ യാത്ര ഒരു പ്രസംഗ പര്യടനമായിട്ടല്ല ക്രമീകരിച്ചിരിക്കുന്നത്. വീടുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടിയാണ് പ്രത്യേകമായിട്ട് വന്നത്. എന്നാൽ എബി എഴുതിയപ്പോൾ സാധാരണ പോലെ തന്നെ കഴിയില്ല എന്ന് പറയാനുള്ള മടി കാരണമാണ് ഇങ്ങനെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇടയായത്. അതുകൊണ്ടാണ് ഇവിടെ ആയിരിക്കുന്നത്. It is always a joy to stand with the precious word of God. ദൈവത്തിന്റെ വചനവുമായി നിൽക്കുന്ന എപ്പോഴും ഒരു സന്തോഷ കാരണമാണ്. It's the source of life. It's the source of excitement. It's the source of ongoing strength for a child of God, and therefore standing with it actually is something that I look forward to. ഒരു ദൈവമകനെ സംബന്ധിച്ച് ഇത് ശക്തിയുടെ ഒരു സ്രോതസ്സാണ്, സന്തോഷത്തിന്റെ ഒരു സ്രോതസ്സാണ്. അതുപോലെ വിവിധ തലത്തിൽ ആത്മീയമായിട്ട് വളർത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതുമായിട്ട് നിൽക്കുന്നത് വളരെ സന്തോഷകരമാണ്. So for tonight's study, I'd like for us to take a moment and read 1 Peter chapter 4 and the first 11 verses. 1 Peter chapter 4, 1 through 11. ഇന്നത്തെ പഠനത്തോടുള്ള ബന്ധത്തില് 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമെന്ന് വിചാരിക്കുന്നു. 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചാൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ദുർനടപ്പിന്റെ അതേ കവിച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. എന്നാൽ സകലത്തിന്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റസ്നേഹമുള്ളവരായിരിപ്പീൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പിറുവിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പീൻ. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. ഒരുവൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണവും ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. May the good Lord bless the reading of His precious word and give us a heart of understanding and also ability to share what's in this section. ദൈവവചനത്തിന്റെ വായന നമുക്ക് ഓരോരുത്തർക്കും ദൈവം അനുഗ്രഹമാക്കി തരട്ടെ. അതിൽ നിന്ന് ആഴമായിട്ട് ചിന്തിക്കത്തക്ക വിധത്തിലുള്ള ദൈവകൃപ നമുക്ക് തരട്ടെ. അത് കേൾക്കാനുള്ള കഴിവും ദൈവം നമ്മൾക്ക് തരട്ടെ. The human mediums of sharing gospel or sharing the word of God have tremendous limitations, and therefore if the Holy Spirit doesn't do His ministry of empowering and enabling us to do, then this is an exercise in futility.
ദൈവവചനവും സുവിശേഷവും ഒക്കെ മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുക്കണമെങ്കിൽ മാനുഷികമായിട്ട് ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താലേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലതാനും. So as we look at this particular section, I want to set the stage to give you the context of what Peter is writing about. ഈ ഭാഗം വായിച്ചതിന്റെ അതിനെ തുടർന്ന് ഈ ഭാഗത്തിന്റെ സന്ദർഭത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയണം. ഏത് സന്ദർഭത്തിലാണ് പത്രോസ് ഇത് രചിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. So as Peter expressed in the salutation of the epistle, verse 1 of chapter 1, the work was intended for dispersed Christians or Gentile Christians who were living as exiles in the various provinces of Asia Minor. ഇതിന്റെ ഒന്നാം വാക്യം തൊട്ടുള്ള അഭിസംബോധന ഭാഗത്ത് താന് ചിതറപ്പെട്ട പരദേശികളായിട്ടുള്ളവർക്ക് എഴുതുന്നതാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. It is very interesting that Peter focused his ministry initially to the Jewish people, his own people, but we read in the Acts of Apostle that God had to intervene, and he changes his ministry to have a bolder and wider focus, which included Gentiles as well. നമുക്കറിയാം പത്രോസിന്റെ ആദ്യകാല ശുശ്രൂഷകള് യഹൂദന്മാരെ കേന്ദ്രീകരിച്ചുള്ള ശുശ്രൂഷകളായിരുന്നു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ ദൈവം പ്രത്യേകമായിട്ട് ഇടപെട്ട് ജാതികളുടെ ഇടയിലുള്ള ശുശ്രൂഷകൾ കൂടെ ചെയ്യത്തക്ക വിധത്തിൽ അവനെ നിയന്ത്രിക്കുന്നതായിട്ട് കാണാം. And as you keenly observe the entire epistle, you can see him weaving Jewish themes into this whole idea that he is trying to explain in this epistle. ഈ 1 പത്രോസിന്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ഉടനീളം താന് യഹൂദന്മാരുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ കോർത്തിണക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. The fact is that the Roman Empire and what have happened in those times have dispersed these believers who were non-Jewish folks, and they were forced with the pressure to worship the Roman emperor and even patriarchal worship of the Roman officials. ഈ കാലത്ത് യഹൂദന്മാരായിട്ടുള്ള ക്രിസ്ത്യാനികളെ ചിതറിക്കുകയും അവര് റോമാ സാമ്രാജ്യത്തിലെ രാജാക്കന്മാരെയോ അതുപോലെ പ്രഭുക്കന്മാരെയൊക്കെ ആരാധിക്കത്തക്ക വിധത്തില് അവരുടെ മേൽ നിർബന്ധം ചെലുത്തുകയും ചെയ്യപ്പെട്ടിരുന്നു. Non-Jewish or Gentile Christians. അതായത് യഹൂദന്മാരല്ലാത്ത വിജാതീയരായ ക്രിസ്ത്യാനികളെ. So as they were going through this difficulty, having to succumb to some of those pressures, there were persecution and other difficult trials that they had to undergo. ഈ കാര്യത്തില് അവര് പലപ്പോഴും വിമുഖത കാണിച്ചപ്പോൾ അവർ പലപ്പോഴും പീഡനങ്ങളും മറ്റു പ്രയാസങ്ങളും നേരിടേണ്ടതായിട്ട് വന്നു. So the theme of the entire book therefore is how Christians should respond to suffering. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന്റെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് കഷ്ടതയോടെ പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ്. So I've titled this discussion a call for effective Christian conduct in suffering. ഈ ഭാഗത്തിന് ഞാനൊരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ക്രിസ്തു വിശ്വാസികള് പീഡനകാലത്തെ എങ്ങനെ നേരിടണം എന്നുള്ളതാണ്. As I mentioned, Peter masterfully incorporates his Jewish heritage and the history of Jews to impress upon these Gentile believers what is happening to them is nothing new, because similar things have happened to the Jews as well. നേരത്തെ പറഞ്ഞ പോലെ പത്രോസ് ഇവിടെ യഹൂദ വിശ്വാസികളെ കുറിച്ചുള്ള കാര്യങ്ങളും അവരുടെ ആചാരങ്ങളും ഒക്കെ സംബന്ധിച്ച് പല കാര്യങ്ങളും ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ വിജാതീയ വിശ്വാസികളോട് അവർക്ക് സമാനമായിട്ട് യഹൂദ വിശ്വാസികളും സമാനമായ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമവും കാണാം. I'll give you some examples of that. ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമാകും. Like Abraham was a chosen person or elected person. Just as we read here, these folks were chosen and elected. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ അബ്രഹാം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഈ ജനങ്ങളും അതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. Like Abraham, later Israelites, they lived as exiles and sojourners. Just like that, these folks are also called exiles.
നമുക്കറിയാം അബ്രഹാം പിന്നീട് തന്റെ പരമ്പരയിൽപ്പെട്ട ഇസ്രയേലിയരൊക്കെ തന്നെ പരദേശികളായിട്ട് ജീവിച്ചിരുന്നതായിട്ട് കാണാം. ഇവിടെ ഇവരെയും പരദേശികൾ എന്നുള്ള അർത്ഥത്തിലാണ് അഭിസംബോധന ചെയ്യുന്നത്. And Abraham and Jewish folks have gone through different trials and tribulations in their state of exilement. അവര് മറ്റ് സ്ഥലങ്ങളില് പാർക്കേണ്ടി വന്ന കാലഘട്ടങ്ങളിൽ അവരും ഇതുപോലുള്ള പീഡനങ്ങളിലൂടെ കടക്കേണ്ടി വന്നിട്ടുണ്ട്. We know what they have had to go through in Egypt. അവർക്ക് ഈജിപ്തിൽ എന്താ സംഭവിച്ചെന്ന് നമുക്കറിയാമല്ലോ. We know what they had to go through under Babylon. ബാബിലോന്യ പ്രവാസകാലത്ത് അവർക്ക് എന്താണ് നേരിടേണ്ടി വന്നത് നമുക്കറിയാമല്ലോ. So what Peter is trying to say here is that this has happened before for people who followed or who were chosen by God, and therefore their future and your future or your what is happening to you isn't any different than what they went through. പത്രോസ് അവരോട് പറയാൻ ശ്രമിക്കുന്നത് നേരത്തെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്കുണ്ടാകാൻ പോകുന്ന അന്ത്യവും എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ നിങ്ങളും ഇപ്പം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരായ നിങ്ങളും അവരുടേതിന് സമാനമായ ഒരു അന്ത്യ വിജയം പ്രാപിക്കും എന്നുള്ള സൂചനയാണ് നൽകുന്നത്. And just as they were exiles and having that temporal attitude of earthly living, you must also have the temporal attitude of living as they go through this difficulty. ഇസ്രായേൽ മക്കളും പരദേശവാസമൊക്കെ കഴിഞ്ഞിരുന്ന കാലത്ത് താൽക്കാലികമായ ഒരു പ്രവാസകാലമാണ് ഇതെന്നുള്ള ഒരു മനോഭാവം അവരിലുണ്ടായിരുന്നു. അതുപോലെ നിങ്ങളിലും ഒരു താൽക്കാലിക പ്രവാസകാലമാണ് ഇതെന്നുള്ള മനോഭാവം ഉണ്ടാകണം എന്നാണ് അപ്പോസ്തലൻ ഇവിടുത്തെ വിശ്വാസികളോട് പറയുന്നത്. All the sufferings they underwent in Egypt was focusing toward the deliverance from Egypt and to go to the promised land. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൽ നടന്ന എല്ലാ കഷ്ടതകളും കേന്ദ്രീകരിച്ചിരുന്നത് അവരുടെ വിടുതലും മാത്രമല്ല അവര് ആ വാഗ്ദത്ത ദേശത്ത് ചെന്ന് പാർക്കുന്നതുമായിട്ടായിരുന്നു. Through all of that, God was molding a people for himself. അതിലൂടെയെല്ലാം ദൈവം തനിക്ക് വേണ്ടി തന്നെ ഒരു ജനതയെ കരിപ്പിടിപ്പിച്ചെടുക്കുകയായിരുന്നു. And when we were in exile in Mesopotamia under Babylonian captivity, same thing was happening as well. ബാബിലോണിയ പ്രവാസകാലത്ത് അവര് ബാബേലിലും മെസൊപ്പൊത്താമിയയിലും ഒക്കെ ആയിരുന്നപ്പോഴും ഇത് തന്നെയായിരുന്നു സത്യം. And the remnant looked for a time when they would return back to Jerusalem. അന്നുള്ള അവശേഷിച്ചിരുന്ന ജനങ്ങള് ഇസ്രയേലിലേക്ക് മടങ്ങി വരുന്ന ഒരു കാലത്തെ നോക്കി പാർത്തിരുന്നു. And much like that, you Gentile believers who are going through this kind of sufferings, there is a new Jerusalem that's coming. That's where your focus need to be, not what's happening right now. അതുപോലെ തന്നെ അവരോട് പറയുകയാണ്, നിങ്ങളും ഒരു വിടുതലിനായിട്ട് കാത്തിരിക്കുന്നവരാണ്, നിങ്ങൾക്കായിട്ട് ഒരു പുതിയ യെരുശലേം വരുന്നുണ്ട് എന്ന്. So much embedded in his Jewish heritage, he is trying to tell them that God, just like he was with Israel, will also be with them. യഹൂദ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരോട് പറയുകയാണ്, നിങ്ങൾക്കും ഈ ഇസ്രായേലിയരെ പോലെ ഒരു ഭാവി ഭാഗതയെ അവശേഷിക്കുന്നു എന്ന്. Peter reminds them that their new identity in Christ is secure because they were chosen by God, just like Israelites were chosen by God. അതുപോലെ തന്നെ അവരുടെ പുതിയ സത്വം അല്ലെങ്കിൽ അവരുടെ പുതിയ സ്ഥാനം ഇസ്രായേലിനെ പോലെ തന്നെ ഒരു നല്ല ഭാവിയിലേക്ക് അവരെ നയിക്കുന്നു എന്ന് താൻ പറയുകയാണ്. And the very fact that they have been saved by the sprinkling of the blood of the Lord Jesus Christ itself is a proof that God values them more than anyone else. അവരുടെ വിടുതല് യേശുക്രിസ്തുവിന്റെ രക്തം തളിച്ചത് വഴി ഉണ്ടായെന്നുള്ളത് കൊണ്ട് തന്നെ ദൈവത്തിന് അവരോടുള്ള പ്രത്യേക കരുതല്, മറ്റുള്ളവരെക്കാളുമുള്ള കരുതല് അവർക്ക് വ്യക്തമാണ്. And the other aspect of the Holy Spirit's continuing sanctifying work in them is also another reason why they need not worry about the present day suffering. പരിശുദ്ധാത്മാവ് ആ സമയങ്ങളിലും അവരെ കൂടുതൽ വിശുദ്ധീകരണത്തിലേക്ക് നടത്തുന്നു എന്നുള്ളതും അവർക്ക് ഉറപ്പ്, ഒരു ഭാവി പ്രത്യാശ ഉറപ്പ് നൽകുന്ന കാര്യമായി. So that in this new identity, although they live as exiles, suffering is a normative thing as long as they are not suffering for evil.
and they ultimately will be vindicated. അതുകൊണ്ട് അപ്പോസ്തലൻ അവരോട് പറയുകയാണ്, അവര് ഈ പുതിയ വ്യവസ്ഥിതിയിൽ ജീവിക്കുന്നത് കൊണ്ട് കഷ്ടത അനുഭവിക്കുക എന്നുള്ളത്, അതും പ്രത്യേകിച്ച് ദുഷ്ടത ചെയ്യാതെ തന്നെ കഷ്ടത അനുഭവിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒരു ന്യായമായ സാധാരണ കാര്യമാണ്. You know, Peter was well aware of what the Lord was teaching them. He heard it from the Lord's mouth itself in John chapter 16 verse 33. It says, I have told you these things so that in me you may have peace. In the world you will have trouble and suffering, but take courage, I have conquered the world. യോഹന്നാന്റെ സുവിശേഷം 16:33 കർത്താവ് തന്നെ തന്റെ തിരുവായ കൊണ്ട് മൊഴിയുന്നത് പത്രോസ് നേരിൽ കേട്ടതാണ്. നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, അത് അത് വരുമ്പോഴ് തകർന്നു പോകാതിരിക്കാൻ മുൻപിട്ട് പറയുന്നതാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ എന്നൊക്കെ പറയുന്നത് പത്രോസ് നേരിട്ട് കേട്ടതാണ്. So he heard it from the Lord, and he is encouraging these believers who may not have not seen the Lord but have faith in the Lord, exactly the same thing. താനത് കേട്ടതാണ്, കർത്താവിനെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഈ ജനത്തോട് താനത് പറയുകയാണ്. So this is the framework of the foundation of Peter's message in this epistle. പത്രോസിന്റെ ഈ ലേഖനത്തിലുള്ള സന്ദേശത്തിന്റെ അടിസ്ഥാനം, അസ്ഥിവാരം അതാണ്. And he's a masterful writer. In the first couple of chapters is theology and practice and truth and all. And starting later in the second chapter and onward, it's more teaching on how to practical side of things. ഒന്നാം അധ്യായത്തിലും രണ്ടാം അധ്യായത്തിന്റെ പകുതി വരെയും ഉപദേശപരമായ കാര്യങ്ങൾ പറയുന്നെങ്കിൽ രണ്ടാം അധ്യായത്തിന്റെ പകുതി തൊട്ട് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് താൻ പറയുന്നത്. So beginning in chapter 3 verse 13, Peter focuses on Christian suffering and expected conduct of Christians during the time of suffering. പത്രോസിന്റെ ഒന്നാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 13 തൊട്ട് ക്രിസ്തീയ കഷ്ടത്തിനെ കുറിച്ചും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെ നേരിടേണ്ടതെന്നുള്ളതിനെ കുറിച്ചും പത്രോസ് പറയുകയാണ്. And his concern for them was in suffering they should hold fast to their faith in Christ. കഷ്ടതയുടെ സമയത്ത് അവര് കർത്താവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കണമെന്നുള്ളതാണ് പത്രോസ് അപ്പോസ്തലൻ അവരെ ഉപദേശിക്കുന്നത്. If you read verses 13 to 15 in chapter 3, he highlights that. പത്രോസിന്റെ ഒന്നാം ലേഖനം 3-ാം അധ്യായം 13 തൊട്ട് 15 വരെ വായിക്കുമ്പോൾ താനത് ഊന്നി പറയുന്നുണ്ട്. 13 തൊട്ട് 15 വരെ, നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തി ഉള്ളവരാകുന്നു എങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവനാർ. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണത്തിൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവരോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. So in other words, suffering is to be expected, suffering is normal, and how do you manage suffering in light of God's word? ചുരുക്കി പറഞ്ഞാല് കഷ്ടത പ്രതീക്ഷിക്കപ്പെടേണ്ടതാണ്, അത് സാധാരണമാണ്, അതിനെ നേരിടാനായിട്ട് നാം ഒരുങ്ങിയിരിക്കേണ്ടതുണ്ട്. I want to now come to chapter 4, the first 11 verses, and I want to give you 5 points that hopefully you can remember. 4-ാം അധ്യായത്തിലേക്ക് വന്ന് 4-ന്റെ 1 തൊട്ട് 11 വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് 5 പ്രധാന കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾക്ക് ഓർക്കുവാനും എളുപ്പമായിരിക്കും. The first one is that he shows us an example that we must follow. ഒന്നാമതായിട്ട് നമുക്ക് അനുകരിക്കാൻ ഒരു ഉദാഹരണം തരുന്നു. Secondly, the expectation on believers or sanctified life. രണ്ടാമതായിട്ട് വിശ്വാസികളുടെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. Thirdly, the expression of prayer and selfless love. മൂന്നാമതായിട്ട് നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ചും അതുപോലെ നമ്മുടെ സ്വേച്ഛയെ ആഗ്രഹിക്കാത്ത ഒരു ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു. And fourthly, the exercise of spiritual gifts. നാലാമതായിട്ട് നമ്മുടെ ആത്മവരങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് വായിക്കുന്നു. And finally, the exuberance in proclamation the glory of God. Proclaiming. അവസാനമായിട്ട് നമ്മൾ ദൈവത്തിന്റെ മഹത്വം വർണ്ണിക്കുന്നതിൽ നമുക്ക് ലഭിക്കുന്ന ആ വലിയ ആനന്ദത്തെ കുറിച്ച് വായിക്കുന്നു. So let's start with number 1, the example that we should follow.
നമ്മൾ പിന്തുടരേണ്ട മാതൃക എന്നുള്ള ആദ്യ വിഷയത്തിലേക്ക് വരാം. So can you read verse 1, chapter 4? 1 പത്രോസ് 4 ആദ്യത്തെ വാക്യം, 1-ാം വാക്യം. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. So when he says that for Christ also suffered, it goes back to the Greek is very clear in that in English comes out fairly good as well. Therefore, since, when you read that, you cannot go any further. You have to ask the question, why is there the therefore, and what is the meaning of since? What is he pointing when he says since? ഇവിടെ കഷ്ടം അനുഭവിച്ചത് കൊണ്ട്, അതുകൊണ്ട് എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് തന്നെ നമ്മൾ പെട്ടെന്ന് അതിന്റെ മുന്നിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചിന്തിക്കാൻ പ്രേരിതരാകും. So in the grammar sense, it will be called the antecedent, the reference, the first reference that he is pointing back to. അതായത് ഗ്രാമറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് മുന്നിലുള്ള കാര്യത്തെ കുറിച്ച് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വാക്കാണ്. So what is the antecedent of this when he says therefore since? You will find it in chapter 3 verse 18. അതുകൊണ്ട് എന്ന് താൻ എന്താണ് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് 18-ാം വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. 3:18. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. Therefore, since Christ suffered, right? Verses 19 through the rest of chapter 3 is just he's giving some examples. But if you take all of those out, chapter 3 verse 18, and as soon as it finishes, if you put therefore since Christ suffered, makes sense. ഈ 18-ാം വാക്യത്തിന് പിന്നീടുള്ളത് കുറെ ഉദാഹരണങ്ങളൊക്കെ പറയുന്നതാണ്. 18-ാം വാക്യത്തെയും 19-ാം വാക്യ 4-1 തമ്മിൽ നമ്മൾ ബന്ധിപ്പിച്ചാൽ 18-ൽ പറഞ്ഞ കഷ്ടം അനുഭവിച്ചെന്ന് പറഞ്ഞിരിക്കുന്നതിനെ തുടർന്ന് ക്രിസ്തു കഷ്ടം അനുഭവിച്ചത് കൊണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ ആശയം സമ്പൂർത്തിയിലേക്ക് വരും. So if you read it like this, for Christ also suffered for sins once for all, for the righteous, for the unrighteous, that he may bring to you God. He was put to death in the flesh, but made alive in the spirit. Therefore, since Christ suffered in the flesh, arm yourself also with the same way of mind. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും. കർത്താവും നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ച് മരണശിക്ഷയേറ്റ് ഉയർത്തെഴുന്നേറ്റ് അങ്ങനെ നമ്മുടെ പാപമോചനം വരുത്തി, അതുകൊണ്ട് നിങ്ങൾ കഷ്ടം അനുഭവിക്കണം എന്നുള്ളത് പറയുമ്പോൾ പൂർണ്ണമായ ആശയം നമുക്ക് ലഭിക്കുന്നതാണ്. So he gives us a template or an example or a framework with which we can manage current day sufferings. നമ്മുടെ ഈ ദിവസങ്ങളിലുള്ള കഷ്ടതകൾ കൈകാര്യം ചെയ്യാനായിട്ട് കർത്താവ് നമുക്കൊരു പരിശുദ്ധാത്മാവ് നമുക്കൊരു ചട്ടക്കൂട് നൽകുകയാണ്. So when he says since, that means since therefore, it gives a rationale or the reason to pattern our conduct in the middle of suffering. നമ്മുടെ കഷ്ടതയുടെ മധ്യേയുള്ള നമ്മുടെ പ്രവർത്തന രീതിക്ക് ഒരു മാതൃകയായിട്ട് ഇവിടെ കർത്താവിന്റെ മാതൃക തരികയാണ്. If Christ went through all of those and the type of suffering, bodily suffering and other things to give you salvation, that is then our model as we go through suffering. കർത്താവായ യേശു ക്രിസ്തു താന് പീഡിപ്പിക്കപ്പെടുകയും കഷ്ടത അനുഭവിക്കുകയും ചെയ്തെങ്കിൽ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് തന്നെയാണ് നമുക്കും ഉള്ള മാതൃക. What better example that we can get than our Lord Jesus Christ and his own suffering to help us with our current day suffering. നമ്മുടെ ഈ നാളുകളിലുള്ള കഷ്ടതയെ നേരിടുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ച കഷ്ടാനുഭവത്തെക്കാൾ ഏത് നല്ല മാതൃകയാണ് ലഭിക്കാൻ കഴിയുന്നത്. So now let's look at the word used for suffering. ഇവിടെ കഷ്ടതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പദത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചു നോക്കാം. We always think of that as negative. പലപ്പോഴും നമ്മൾ അത് ഒരു നല്ലതല്ലാത്ത കാര്യമായിട്ടാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. But in the original text it has a broader meaning. എന്നാൽ മൂലഭാഷയിൽ അതിന് കുറച്ചുകൂടെ വൈവിധ്യമാർന്ന അർത്ഥമാണുള്ളത്. It means an experience that one would go through, whether good or bad.
അത് നന്മയായാലും തിന്മയായാലും ഒരാള് കടന്നു പോകുന്ന അനുഭവം എന്നുള്ള അർത്ഥമാണ് മൂലഭാഷയിൽ. So the positive nature of it or the negative nature of it is provided by the context in which it is written. ആ എഴുതിയിരിക്കുന്ന ആ സന്ദർഭത്തിനനുസരിച്ചാണ് ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് നല്ലതാണെന്നുള്ള അർത്ഥത്തിലാണോ അല്ല മോശമാണെന്നുള്ള അർത്ഥത്തിലാണോ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. And as we looked at the context here, they are going through suffering in a very real way, and therefore the word's meaning here is in the negative sense. നമുക്കറിയാം ഈ സന്ദർഭം വായിക്കുമ്പോൾ അവര് വേദനയുളവാക്കുന്ന കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമായതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അത്തരം ഒരു അർത്ഥമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. So the antecedent is talking about the Lord's suffering, and so when you connect it with our suffering, you have to have the same force of meaning that you gave to the antecedent. മുൻ പറഞ്ഞ കാര്യത്തിന്, അതായത് കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവത്തെ നമ്മുടെ കഷ്ടാനുഭവത്തോട് ഘടിപ്പിക്കുന്നത് കൊണ്ട് രണ്ടിനും ഏകദേശം ഒരേ അർത്ഥമാണ് തന്നെ ആണ് സിദ്ധിക്കുന്നത്. So that's the angle with which Peter is going to develop this. ആ ഒരു വീക്ഷണകോണിൽ നിന്നാണ് പത്രോസ് ഈ ചിന്ത വികസിപ്പിച്ചെടുക്കുന്നത്. So in the negative sense, suffering can mean to experience harm or emotional pain or experience something unpleasant. ഒരു നെഗറ്റീവായിട്ടുള്ള അർത്ഥത്തില് നമ്മുടെ ജീവിതത്തില് നമുക്ക് ആസ്വദിക്കാൻ കഴിയാത്ത ചില വേദനാവേളകളിലൂടെ കടന്നു പോകുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. In our circle, when we read suffering, we are talking about extreme persecution. That's not the only negative meaning for suffering. പലപ്പോഴും നമ്മൾ കഷ്ടത എന്ന് പറയുമ്പോൾ വലിയ പീഡനത്തെ കുറിച്ചൊക്കെയാണ് പലപ്പോഴും ചിന്തിക്കാറുള്ളത്. എന്നാൽ വേദപുസ്തകത്തിൽ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ അതേ അർത്ഥമായിരിക്കണമെന്ന് നിർബന്ധമില്ല. The negative meaning itself has a broad range, meaning the extreme end would be one end would be misunderstanding and minor type of things, and the other end would be the type of persecution that we hear about in North India and other places. നല്ലതല്ലാത്ത അർത്ഥത്തിൽ ഈ പദം ഉപയോഗിക്കുമ്പോൾ തന്നെ അതിന് വളരെ വളരെ അകലം, വളരെ വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. ഒരു വശത്ത് ചെറിയ പ്രശ്നങ്ങൾ, മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച് ഉണ്ടാകുന്ന തെറ്റായ ധാരണകൾ തുടങ്ങി മറ്റേ അറ്റത്ത് ഇന്ന് നമ്മൾ വടക്കേ ഇന്ത്യയിൽ കാണുന്ന പീഡനങ്ങൾ വരെ ഈ പദം കൊണ്ട് ഉദ്ദേശിക്കപ്പെടാവുന്നതാണ്. So in that context, we should not give any lesser weight to any type of suffering. If it is negative, it holds the same weight. അതുകൊണ്ട് തന്നെ ഈ ഒരു നെഗറ്റീവ് അർത്ഥത്തില് കഷ്ടത എന്നുള്ള പദം ഉപയോഗിക്കുമ്പോൾ ഒന്നിന് കൂടുതലും ഒന്നിന് കുറഞ്ഞതുമായ മൂല്യം നൽകേണ്ടതില്ല, ഒരേപോലെ അവയെ പരിഗണിക്കേണ്ടതുണ്ട്. So as the Lord went through his bodily sufferings, his mind, we know that focused on one thing only. What was that? That was our salvation. കർത്താവ് വേദനയിലൂടെയും കഷ്ടാനുഭവത്തിലൂടെയും കടന്നുപോയപ്പോൾ താൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ഒരേ കാര്യത്തിലായിരുന്നു, അത് നമ്മുടെ വീണ്ടെടുപ്പ് എന്നുള്ളതാണ്. The purpose of incarnation, as the world celebrates these days, the purpose of incarnation was the central theme as he went through the sufferings. കർത്താവ് കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ കർത്താവ് ഈ ഭൂമിയിൽ അവതരിച്ചതിന്റെ ലക്ഷ്യം തന്നെയായിരുന്നു കർത്താവിന്റെ മനസ്സിലൂടെ കടന്നുപോയിരുന്നത്. When no one could, all the systems and all the abuse that he went through, even the Roman ruler Pilate's questioning him, none of that actually changed his focus. He remained laser focused on the purpose for which he came. കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവങ്ങള് പീലാത്തോസിന്റെ ചോദ്യം ചെയ്യല് പോലുള്ള ഒരു കഷ്ടാനുഭവത്തിനും തന്റെ ആ നിശ്ചയദാർഢ്യത്തിൽ അല്ലെങ്കിൽ തന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിൽ നിന്ന് തന്നെ വ്യതിചലിക്കാനായിട്ട് കഴിഞ്ഞില്ല. So likewise, Peter is saying that as you go through suffering, know the purpose for which you have been called and stay laser focused on the purpose, just like Jesus has done as an example. പത്രോസ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ യേശുക്രിസ്തു കഷ്ടാനുഭവിച്ചപ്പോൾ എങ്ങനെ തന്റെ ദൗത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു, അതുപോലെ നിങ്ങളും കഷ്ടം അനുഭവിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ തന്നെ സമ്പൂർണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. He also discusses in various ways the rationale for suffering. The rationale for suffering, or the reason for suffering, calls for action. അതുപോലെ തന്നെ ഇതിന്റെ ഈ പുസ്തകത്തില് പലയിടത്തും
നമ്മൾ കഷ്ടം അനുഭവിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച്, അതിന്റെ യുക്തിയെക്കുറിച്ച് പലയിടത്തും പറഞ്ഞു കാണുന്നുണ്ട്. And you will see that in just a minute, that he says, arm yourself with the same mind. Arm yourself with the same mind. അതേ മനസ്സ് ഉള്ളവരായി തീരുവിനെന്ന് താൻ പിന്നീട് പറയുന്നത് നമ്മൾ പിന്നീട് ചിന്തിക്കുന്നതാണ്. So the purpose of suffering is to endure or correctly manage the experience of our sufferings, and therefore to do that believers must arm or equip themselves also with the same way of thinking Christ had as he suffered. കർത്താവിന്റെ ചിന്താഗതി തന്നെ അല്ലെങ്കിൽ മനോഭാവം തന്നെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. And interestingly, the word used for arm or equip is a military term. ഉള്ളവരായി തീരുക എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ആർമി പട്ടാളക്കാര് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. An army man or woman who is called out to war has to have a single focus in their mind. യുദ്ധത്തിനായിട്ട് വിളിക്കപ്പെടുന്ന ഒരു പട്ടാളക്കാരന് അവന്റെ ഉള്ളില് ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. You have to be properly prepared and be laser focused on your mission. നമ്മൾ അതിനുവേണ്ടി തയ്യാറുള്ളവരായിട്ട് നമ്മുടെ ഉദ്ദേശത്തിൽ സമ്പൂർണ്ണമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാകണം. A successful soldier will know exactly all the components of what he or she is wearing, the armor, and where they are located and when to use it. ഒരു തയ്യാറെടുപ്പുള്ള ഒരു പട്ടാളക്കാരന് താന് എന്തൊക്കെ ആയുധങ്ങളാണ് ധരിച്ചിരിക്കുന്നത്, അത് എവിടെയൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്, എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നല്ല കൃത്യമായ ഓർമ്മയുണ്ടായിരിക്കും. You don't become that on the first day of recruitment. It happens through intense training of many months and years. ഒരാൾ പട്ടാളത്തിൽ ചേരുന്ന ആദ്യ ദിവസം തന്നെ ഇതൊന്നും ഉണ്ടാകത്തില്ല. അനേക മാസങ്ങൾ നീളുന്ന പരിശീലനത്തിലൂടെയാണ് അവരത് നേടിയെടുക്കുന്നത്. It is hard training, intentional training, knowing that one day these skill sets will come in handy. അത് വളരെ ബുദ്ധിമുട്ടേറിയ കഠിനമായ ട്രെയിനിങ് ആണ്. അത് ഒരു പ്രതീക്ഷയോടുകൂടെയാണ് അതിലൂടെ കടന്നു പോകുന്നത്. ഒരു ദിവസം എനിക്ക് ഇതിനുള്ള കഴിവുകളൊക്കെ ലഭിക്കും എന്നുള്ള പ്രതീക്ഷ. So Peter uses that same word to say that you need to arm yourself with the same way of thinking that Jesus had as he went through his suffering, to be able for us to be ready for suffering here. നമ്മുടെ കഷ്ടാനുഭവങ്ങളില് അതിനെ നേരിടാൻ ഉതകത്തക്ക വിധത്തില് യേശുക്രിസ്തു തന്റെ കഷ്ടാനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ താന് എന്തു മനോഭാവമാണ് ധരിച്ചത് അത് തന്നെ നമ്മളും ധരിക്കണമെന്നാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. And the illustration of the soldier is also beneficial because it doesn't happen overnight. It happens through the study of the word. It happens through the fellowship of the saints. It happens through strict observance of what he has commanded us to do. It takes time as we walk in faith. പട്ടാളത്തിന്റെ ഉദാഹരണത്തിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ഇത് ഒരു ദിവസം കൊണ്ട് സാധിക്കുന്നതല്ല. തിരുവചനം വീണ്ടും വീണ്ടും പഠിക്കുകയും അതുപോലെ കൂട്ടായ്മയിലൂടെയുള്ള പ്രയോജനം സിദ്ധിക്കുകയും മാത്രമല്ല തിരുവചനത്തിലെ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണ ശ്രദ്ധയോടെയൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്ത് അങ്ങനെ കാലക്രമേണയാണ് അതിനുള്ള കഴിവ് നമ്മൾ സിദ്ധിച്ചെടുക്കുന്നത്. And this soldier analogy is not just Peter's idea. Paul also illustrates this. ഈ പട്ടാളക്കാരുടെ ഉപമ പറയുന്നത് പത്രോസിന്റെ മാത്രം ആശയമല്ല, പൗലോസും അതേ ഉദാഹരണം ഉപയോഗിക്കുന്നുണ്ട്. 2 Timothy chapter 2 verse 4 says, no soldier gets entangled in civilian pursuits, since his aim is to please the one who enlisted him. 2 തിമോഥെയോസ് 2:4 ഒരു പടയാളിയും തന്റെ ജീവന കാര്യങ്ങളിൽ ഇടപെടുന്നില്ല, മറിച്ച് യജമാനനെ പ്രസാദിപ്പിക്കത്തക്ക വിധത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ വായിക്കുന്നു. So brothers and sisters, we have an example or we have a template that we can use as we prepare for suffering. പ്രിയപ്പെട്ടവരെ, നമ്മള് കഷ്ടതയ്ക്കായിട്ട് നമ്മളെ തന്നെ ഒരുക്കുമ്പോൾ നമുക്കൊരു നല്ല മാതൃകയുണ്ട്. It is none other than what our Lord has shown us through his suffering. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവ് തന്റെ കഷ്ടതയിലൂടെ കാണിച്ചു തന്ന മാതൃകയാണ്. Are you sure about whether you are ready for suffering or not? നിങ്ങൾ കഷ്ടത അനുഭവിക്കാൻ തയ്യാറാണെന്നുള്ള ഉറപ്പുണ്ടോ? If you're not, then look at the example of Christ. Foster the same mindset and do not let the physical aspect of suffering distract you
from the mental clarity of your purpose. അല്ലെങ്കിൽ യേശുക്രിസ്തു കഷ്ടതയെ എങ്ങനെയാണ് നേരിട്ടെന്നുള്ളത് കണ്ടു മനസ്സിലാക്കി അതിന്റെ ഭൗതിക വശത്തെക്കുറിച്ച് ചിന്തിക്കാതെ കർത്താവിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാം. Now let's look at the second aspect of the conduct of believers during suffering. കഷ്ടതയുടെ സമയത്തുള്ള വിശ്വാസികളുടെ പ്രവർത്തന രീതിയുടെ രണ്ടാമത്തെ ആശയത്തിലേക്ക് കടക്കാം. First one was an example set by the Lord. ഒന്നാമത്തേത് കർത്താവ് നൽകിയ ഉദാഹരണം. The second one is an expectation on believers. What are the requirements on the believers? It is a life that is a life of holiness or living a set apart, sanctified life. And verses 2 through 6 covers that. 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളില് ഒരു വിശ്വാസിക്ക് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആവശ്യമായ കാരണങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷയെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. We're saved and then we are just let out to do whatever we want. There are clear expectation on how we ought to live. നമ്മളെ രക്ഷിച്ചിട്ട് അങ്ങ് തുറന്നു വിട്ടിരിക്കുകയല്ല തോന്നിയത് ചെയ്തോ എന്ന് പറയാനായിട്ട്, മറിച്ച് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച് ദൈവത്തിന് ഒരു പ്രത്യേക പ്രതീക്ഷയുണ്ട്. Paul says that we are called and set apart to be conformed to the image of his son, and if that's the expectation, then it's a process. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, തന്റെ പുത്രനോന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകാനായിട്ടാണ് നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ കുറിച്ചൊരു ദൈവത്തിന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, ഒരു പ്രത്യേക പ്രതീക്ഷയുണ്ട്. Peter goes on to say in verse 2, because the one who suffers in the flesh has finished with sin. This is a difficult one to explain. രണ്ടാം വാക്യത്തിലെ പത്രോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് വ്യാഖ്യാനിക്കാൻ അല്പം പാടുള്ള ഒരു ഭാഗമാണ്. Biblical teaching is strong and convincing about the death of the flesh or sin for all who follows Christ. കർത്താവിനെ പിൻഗമിക്കുന്നവരുടെ എല്ലാം ജഡത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള വചനത്തിന്റെ പഠിപ്പിക്കല് വളരെ കൃത്യമാണ്. And I will explain why the word because one who suffers in the flesh is finished with sin. I'll try to explain it as we go along. ജഡത്തിൽ കഷ്ടം അനുഭവിക്കുന്നവന് ആ കാര്യത്തെ സമ്പൂർണ്ണമായിട്ടും വിട്ടൊഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിനെ ഞാൻ കുറച്ചുകൂടെ വിശദീകരിക്കാം. Paul actually wrote an entire chapter on this, Romans chapter 6. പൗലോസ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് ഒരു അധ്യായം തന്നെ രചിച്ചിട്ടുണ്ട്, റോമാലേഖനം 6-ാം അധ്യായം. Let's just pick a couple of verses from there. നമുക്ക് അതിൽ നിന്ന് ഒരു 1-2 വാക്യങ്ങൾ വായിക്കാം. Chapter 6 verses 6 and 7. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യവും 7-ാം വാക്യവും. Knowing this, that our old self was crucified with him, in order that our body of sin might be done away with, so that we would no longer be slaves to sin, for he who has died is freed from sin. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. So Paul explains it again in that entire chapter, but this is the main thrust of that chapter, that as Christ suffered and his body, he died physically and has put himself in the state of being buried. The idea that our sins that he was carrying is also buried with him, and therefore, positionally, our sins have been put to death. കർത്താവായ യേശുക്രിസ്തു തന്റെ ജഡത്തിൽ മരിച്ച് അടക്കപ്പെട്ടതുപോലെ നാമും കർത്താവ് അടക്കപ്പെട്ടപ്പോഴ് നമ്മുടെ പാപത്തെയും തന്നോടുകൂടെ താൻ വഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പാപവും അതോടൊപ്പം അടക്കം ചെയ്യപ്പെട്ടു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. It is a corollary of the relationship one has with Christ. You cannot say that my sin is put away or done with, except when you are attached to Christ. And when Christ died, I died with him in my sins. നമ്മള് കർത്താവിനോടുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു വാദമാണ് അപ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്നത്. നമ്മള് കർത്താവ് മരിച്ചടക്കപ്പെട്ടപ്പോഴ് നമ്മളും കർത്താവിനോട് കൂടെ മരിച്ചടക്കപ്പെട്ടു. The word translated finished in one translation
is actually translated ceased in another translation. And let me just give you the general idea of the how the Greek meaning would be. ക്രിസ്തുവിനോടുകൂടെ മരിച്ചു അല്ലെങ്കിൽ അത് പൂർത്തീകരിച്ചു എന്നുള്ള ആശയത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദം മൂലഭാഷയില് Read verse 2, Peter chapter 4 verse 2. പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 4:2 കഷ്ടമനുഭവിച്ച ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ആ വിട്ടൊഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് സീസ്ഡ് എന്നുള്ള ഒരു ഇംഗ്ലീഷ് പദമാണ്. അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ആശയം അതിന് മൂലഭാഷയിൽ പറഞ്ഞ അർത്ഥത്തിലേക്ക് പോകാം. The Greek word is pauo, pao, from which we get the English word pause. ഗ്രീക്കില് അതിനുപയോഗിച്ചിരിക്കുന്ന പദം പാവോ എന്നുള്ള പദമാണ്. അതിൽ നിന്നാണ് പോസ് അല്ലെങ്കിൽ നിർത്തുക എന്നുള്ള പദം ഇംഗ്ലീഷ് ഭാഷയിൽ ഉണ്ടായിരിക്കുന്നത്. But pause has in our meaning, in our modern times, pause has a temporary feeling. We pause it for a minute and then move on. That's not how it was originally. ഈ പോസ് എന്നുള്ള പദം നമ്മൾ കേൾക്കുമ്പോൾ അതിന് ആധുനികമായിട്ടുള്ള കൊടുത്തിരിക്കുന്ന ഒരു അർത്ഥമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, താൽക്കാലികമായി നിർത്തുക എന്നുള്ളത്. എന്നാൽ മൂലഭാഷയിൽ അങ്ങനെയല്ല. Because it's the mood or the voice of the tense is passive. Passive means the subject of the sentence is not doing the action, someone else is doing the action. So with that, if you were to translate that you have been released from, or past could means you have been released from doing sins. കർമ്മണി പ്രയോഗത്തിലാണ് ഈ പദം മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കാണുന്ന കർത്താവല്ല ആ പ്രവൃത്തി ചെയ്യുന്നത്, മറ്റാരോ ആണ്. അതുപോലെ നമ്മളെയും ഈ പാപത്തിന്റെ അധീനത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ് മൂലഭാഷയിൽ ലഭിക്കുന്നത്. Because of the work on the cross by our Lord Jesus Christ, because of the regenerating work and ministry of the Holy Spirit, the triune God has released us from the power of sin, and that's what that word really means, that you cease to sin. നമ്മളെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു എന്നുള്ള പദത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ച് ക്രൂശിൽ മരിച്ചു എഴുന്നേറ്റത് കൊണ്ട് ത്രിയേക ദൈവം നമ്മളെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. So by the suffering of the Lord in the flesh, we have been released from our sins. നമ്മുടെ പാപത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ മോചിപ്പിച്ചിരിക്കുകയാണ്. We are no longer under the bondage of sin. നമ്മൾ പാപത്തിന്റെ ബന്ധനത്തിന് ഇനിയും യാതൊരു വിധത്തിലും വിധേയപ്പെട്ടവരല്ല. That doesn't mean that we will not sin, but we are not under the bondage of sin. I'll give you the example. One second. നമ്മൾ പാപത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒരു പാപവും ചെയ്യാത്തവരാകുമെന്നല്ല, എന്നാൽ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ കിട്ടുമെന്നുള്ളതാണ്. അതിന് ഉദാഹരണം ഞാൻ പറയാം. Before Christ, we were under the bondage of sin, bondaged by Satan. So Satan was our master, and we had no choice but to sin. കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുന്നതിന് മുമ്പ് നമ്മള് പാപത്തിനും അതുപോലെ തന്നെ അതിന്റെ യജമാനായ പിശാചിനാലും ബന്ധനത്തിൽപ്പെട്ടവരായിട്ടായിരുന്നു ഇരുന്നത്. അപ്പൊ നമുക്ക് പാപം ചെയ്യാതിരിക്കാൻ ഒരു നിർവാഹവും ഉണ്ടായിരുന്നില്ല. But then the ownership has changed when Christ released us from sin by his death on the cross of Calvary. The ownership has changed from Satan to the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് നമ്മളെ വിടുവിച്ചപ്പോഴ് നമ്മുടെ ഉടമസ്ഥാവകാശം പിശാചിൽ നിന്ന് കർത്താവിലേക്ക് മാറി. So with that comes the idea of us no longer having to sin, but we have the power not to sin. അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് നമ്മൾ പാപം ചെയ്യണമെന്ന് ഒരർത്ഥവുമില്ല, മറിച്ച് ഒരാവശ്യവുമില്ല, മറിച്ച് നമുക്ക് പാപം ചെയ്യാതിരിക്കാൻ കഴിയും എന്നുള്ളതാണ്. So why should a follower of Christ put to death the desires of the flesh? And that's what we read in verse 2. ഒരു വിശ്വാസി പാപസംബന്ധമായിട്ട് എന്തിന് മരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. We no longer are helpless when it comes to sin. We have the power not to sin.
നമ്മൾ ഒരിക്കലും ഇനിയും ഒരു നിർവാഹവുമില്ലാത്തവരായിട്ട് പാപത്തിന് അടിമപ്പെട്ടവരുമായി പോകേണ്ടതില്ല. മറിച്ച് നമുക്ക് വിജയം നേടാനുള്ള ശക്തി നൽകിയിട്ടുണ്ട്. And Peter goes on to say, in order to live the remaining time in the flesh, no longer for human desires, but for God's will. ഇനിയും ഉള്ള കാലം നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നത് മാനുഷിക ആഗ്രഹങ്ങൾക്ക് വേണ്ടി, മോഹങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിതമല്ല, കർത്താവിനെ പ്രസാദിപ്പിക്കാനുള്ള ജീവിതമാണ് നമ്മളിവിടെ വായിക്കുന്നത്. Under the mastership of Satan, that option was not there. പിശാചിന്റെ ഉടമസ്ഥാവകാശത്തിലായിരുന്നപ്പോൾ നമുക്ക് ആ ഒരു സാധ്യതയേ ഇല്ലായിരുന്നു. But when Christ took our sins and put it to death through his death, we have now the power to be abstain from sinning. നമ്മളെ കർത്താവ് തന്റെ ക്രൂശുമരണത്തിലൂടെ വിടുവിച്ചതുകൊണ്ട് ഇനിയും പാപത്തിൽ നിന്ന് മോചിതരായി ജീവിക്കാനുള്ള സാധ്യത നമുക്ക് ലഭിച്ചിരിക്കുന്നു. And the word translated here, in order to live the remaining time in the flesh, no longer in human desires, that word desire has a very intensive meaning in the original language. മൂലഭാഷയില് നമ്മൾ ഇനിയും ജഡത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല ജീവിക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നതിന് വളരെ ആഴമായ അർത്ഥം മൂലഭാഷയിലുണ്ട്. It could be said an inordinately intensive craving. അത് വലിയ ആവലോടുകൂടെയുള്ള ഒരു ആഗ്രഹം എന്നുള്ള വാഞ്ച എന്നുള്ള അർത്ഥമാണ് അവിടെ കാണുന്നത്. So before Christ we had an inordinately intensive craving to do sin. Now with Christ and after we belong to Christ, we should have the same inordinate intensive craving to do the will of God. നമ്മൾ കർത്താവിലേക്ക് വരുന്നതിന് മുമ്പേ പാപം ചെയ്യാനുള്ള വളരെ കഠിനമായിട്ടുള്ള അദമ്യമായിട്ടുള്ള ഒരു വാഞ്ച ഉണ്ടായിരുന്നുവെങ്കിൽ കർത്താവിലേക്ക് വന്നതിന് ശേഷം നേരെ തിരിച്ച് പാപം ചെയ്യാതിരിക്കാനുള്ള വളരെ അദമ്യമായ ഒരു വാഞ്ച നമ്മളിൽ ഉണ്ടാകേണ്ടതാണ്. Let me reiterate, the inordinate intensive craving to do sin must be replaced with the same kind of craving to do the will of God, and that is what is entailed in sanctification. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാല് നേരത്തെ പാപത്തിൽ ജീവിച്ചിരുന്നപ്പോൾ പാപം ചെയ്യാനുള്ള വളരെ അദമ്യമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് പോലെ പാപമോചനം ലഭിച്ചതിന് ശേഷം പാപം ചെയ്യാതിരിക്കാനുള്ള അദമ്യമായ വാഞ്ച ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. Does the Lord leave us just by ourselves to accomplish that? No, he doesn't. He gives us help. The resident helper of our Lord, or the Holy Spirit, his continuous ministry in our life as we become sensitive to his ministry is to keep us from sinning. ഇത് നമ്മളെ രക്ഷിച്ചിട്ട് എങ്ങനെയെങ്കിലും ചെയ്തെടുത്തോ എന്ന് പറയുകയല്ല, മറിച്ച് തൃത്വത്തിലെ ഒരുവനായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി ആ പരിശുദ്ധാത്മാ സഹായത്തോടുകൂടെ വിജയകരമായ ജീവിതം നയിക്കാനായിട്ടാണ് ദൈവം ആവശ്യപ്പെടുന്നത്. And you must then cooperate with the ministry of the Holy Spirit in order to accomplish it. If you try to do it by yourself, you will fail. ഇത് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയ്ക്ക് നമ്മളെ തന്നെ വിധേയരായിട്ട് കൊടുത്ത് അങ്ങനെ നമ്മൾ അത് സാധിച്ചെടുക്കേണ്ടതാണ്. It is making all aspects, all facets of your life completely open to the power of the Holy Spirit, so that we can slowly understand his ministry and benefit from his ministry. എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളും പരിശുദ്ധാത്മാവിനായിട്ട് തുറന്നു കൊടുത്ത് അങ്ങനെ സമ്പൂർണമായ വിടുതൽ പ്രാപിക്കുന്ന ഒരു അവസ്ഥയാണ്. And when we do that, we get the ability to exchange the sinful desires to do God's will. നമ്മളത് സാധിച്ചെടുക്കുമ്പോൾ നമ്മളെ ആ വലിയ പാപം ചെയ്യാനുള്ള അഭിവാഞ്ചയെ പാപം ചെയ്യാതിരിക്കാനുള്ള അഭിവാഞ്ച കൊണ്ട് മാറ്റാനായിട്ട് സാധിക്കും. Peter gives us another reason for exchanging our worldly desires to do the will of God. നമ്മുടെ ജഡികമായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനേക്കാൾ ദൈവത്തിന്റെ ഹിതം നേടിയെടുക്കാനുള്ള മറ്റൊരു കാരണമാണത്. He says that our fleshly life of the past, this was a time before Christ in our life, that there should not be any going back to it. We have the power not to go back to it. നമ്മുടെ മുൻകാലങ്ങളിലുള്ള പാപജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകരുതെന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് മടങ്ങിപ്പോകാതിരിക്കാൻ കഴിയും എന്നുള്ളതാണ്. Verse 3, can you read verse 3? നമുക്ക് 3-ാം വാക്യം വായിക്കാം. 1 പത്രോസ് 4:3. മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. So he's saying that you've already done all of these things.
That's where you were belonging. Now there's a new identity that you have in Christ, and what you have done is done. It is done away with. It's behind you, and you don't have to go back to it. You should not go back to it. You have a new way forward. എന്ന് പറഞ്ഞാൽ നേരത്തെ നിങ്ങൾ ഇതൊക്കെയും ചെയ്തിരുന്നു, എന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഇതാ നിങ്ങൾക്ക് ഒരു പുതിയ സത്ത അല്ലെങ്കിൽ പുതിയ ഒരു 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 നിലനിൽപ്പ് ദൈവം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി അതിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് പാടില്ല, ഇനി അത് ചെയ്യാനായിട്ട് ഇടയാകരുത്. നമുക്ക് 4-5 വാക്യങ്ങൾ വായിക്കാം. ദുർനടപ്പിന്റെ അതേ കവിച്ചലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. So our decision to part ways with the past life of sin is actually thought provoking to the unregenerate company that we have around us. In other words, it says that our transformed life will surprise them, and they will ask the question, why are you like this? That's the idea that he is trying to share there. എന്ന് പറഞ്ഞാല് നമ്മള് ഈ ദുർനടപ്പിന്റെ ആ ജീവിതം നയിക്കാതെ ഇരിക്കുമ്പോൾ നമ്മളെ ചുറ്റും നിന്ന് നോക്കുന്ന വിശ്വാസികളായിട്ടുള്ളവര് നമ്മളെക്കുറിച്ച് അത്ഭുതപ്പെടുകയും എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ ജീവിക്കുന്നത് എന്ന് ചോദ്യം ചെയ്യാൻ ഇടയാകുകയും ചെയ്യും എന്നാണ്. But there is an interesting thing for the unregenerate, sinful, old friendship and our acquaintances, for them to see and be surprised. We cannot be in an island. We need to be near them so that they can see this change and have this question generated. Something has happened. Something radically has happened to this person. I'm surprised. And then that generates an opportunity to share gospel with them. രസകരമായ വസ്തുത എന്ന് പറയുന്നത്, നമ്മൾ ഇങ്ങനെ വ്യതിയാനം വരുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടവരായിട്ട് ഒരു ദ്വീപിൽ വസിക്കുന്നവരെ പോലെ അവരിൽ നിന്ന് മാറി നിന്നാൽ അവര് അങ്ങനെ അത്ഭുതമുള്ളവരായിട്ട് തീരില്ല. മറിച്ച് അവര് നമ്മളെ ദർശിക്കുകയും അത് കണ്ട് അത്ഭുതപ്പെടുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് അങ്ങനെ ചിന്തിക്കാനിടയാകുന്നത്. Sure, we cannot condone the practices of sin with them, but it doesn't say that we cannot be friends with them and we cannot be there with them, because without which you cannot share gospel with them. നമുക്ക് അവരുടെ പാപത്തെ പ്രോത്സാഹിപ്പിക്കാനോ അത് ന്യായീകരിക്കാനോ കഴിയത്തില്ല. അതേസമയം തന്നെ അവരുമായിട്ട് സുഹൃത്ത് ബന്ധം ഉണ്ടായിരിക്കുകയൊക്കെ ചെയ്താലേ നമുക്ക് അവരെ കർത്താവിന്റെ രാജ്യത്തേക്ക് നേടുവാൻ കഴിയുകയുള്ളൂ. Because they can clearly see the stark contrast of your past life with your new life. കാരണം നമ്മുടെ മുൻ ജീവിതത്തെയും ഇപ്പോഴുള്ള ജീവിതത്തെയും തമ്മിലുള്ള ആ വ്യത്യാസം അവർക്ക് താരതമ്യപ്പെടുത്തി അങ്ങനെ അത്ഭുതപ്പെടാനായിട്ട് ഇടയാകും. An unsanctified life that was leading to utter destruction versus a sanctified life that leads to hope and eternal life. രക്ഷിക്കപ്പെടാത്ത അവസ്ഥയിലെ നാശത്തിലേക്ക് നയിക്കുന്ന ഒരു ജീവിതവും അതുപോലെ വിശുദ്ധിയിലൂടെ ജീവിക്കുമ്പോഴുണ്ടാകുന്ന ആ വ്യത്യസ്തമായ ജീവിതവും. So Peter says initially that we have a great example in Christ as we anticipate or as we go through trials and struggles. That template is already there. You can grab from that. And then he goes on to say that the expectation of that results in sanctification. പത്രോസ് പറയുന്നത് നമുക്കൊരു നല്ല മാതൃകയുണ്ട്. കഷ്ടതയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ യേശുക്രിസ്തുവിന്റെ മാതൃക നമ്മൾ അത് കണ്ട് അതനുസരിച്ച് ആ പ്രതീക്ഷ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് വിശുദ്ധീകരണം സംഭവിക്കുന്നത്. So let me ask you this question. Is our decision to abstain from worldly pursuits conspicuous to others around us? Is our decision to abstain from worldly pursuit conspicuous or clear to the others around us? നമ്മുടെ പാപത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കാനുള്ള ആ തീരുമാനം മറ്റുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. And if they're not seeing it, there is something wrong with the way that we are living. അവർക്കത് ശ്രദ്ധിച്ച് കാണാനായിട്ട് പ്രത്യേക വ്യതിരക്തമായിട്ട് കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. Does it create opportunities for you to share Christ with your friends? നമ്മുടെ അങ്ങനെയുള്ള ജീവിതം മറ്റുള്ളവരോട്, നമ്മുടെ കൂട്ടുകാരോട് കർത്താവിനെ കുറിച്ച് പങ്കുവയ്ക്കാൻ ഇടയാക്കുന്നുണ്ടോ? It may result in suffering by loss of friendship. Again, suffering has a wide range meaning. Loss of friendship, loss of social outing and other things. It may result in that, but
it is an opportunity that God gives us because of the changed life or sanctified life. നമ്മൾ അങ്ങനെ ജീവിക്കുമ്പോൾ ചില നഷ്ടമെന്ന് തോന്നാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വന്നേക്കാം. അവരോടൊപ്പം നടക്കാനും ഒക്കെ നമ്മളെ ചിലപ്പം കൂട്ടിയില്ലെന്ന് വരും. എന്നാൽ അതൊക്കെ നമുക്ക് സുവിശേഷം പങ്കുവയ്ക്കാനുള്ള ഒരു വലിയ അവസരം നൽകുന്നു. Again, laser focused on the purpose of transformed life. രൂപാന്തരപ്പെട്ട ഒരു ജീവിതത്തെക്കുറിച്ച് വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ജീവിതം. Now let's look at the third aspect, the expression of prayer and selfless love, verses 7 and 8. 7-8 വാക്യങ്ങളിൽ കാണുന്ന മൂന്നാമത്തെ പോയിന്റിലേക്ക് വരാം. വളരെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന. The expression of prayer and selfless love. He says the end of all things is near, therefore be alert and sober-minded for prayer. 4:7 എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. You have to understand that Peter experienced what Christ went through, or at least was a first-hand witness of what Christ has gone through. He has seen the Lord's suffering. He has seen the Lord's death. He knows that they were temporary. 3 days in the grave, and then he rose again on the third day. Any of these sufferings has a temporal meaning. Only Christ's suffering actually followed by resurrection and ascension. So there is a bright future. So it is that context with which Peter is writing this. പത്രോസ് യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവം നേരിട്ട് കണ്ട ദൃക്സാക്ഷിയാണ്. താൻ പറയുന്നത് കർത്താവിന്റെ കഷ്ടാനുഭവം വളരെ താൽക്കാലികമായിരുന്നു. അവന് മരിച്ച ശേഷം 3 ദിവസം ഉയർത്തെഴുന്നേറ്റ ശേഷം താൻ സ്വർഗാരോഹണം ചെയ്തു. അങ്ങനെയാണെങ്കിൽ കഷ്ടതയുടെ പിന്നാലെ വളരെ അനുഗ്രഹീതമായ ഒരു മഹത്വവും ഉണ്ട് എന്ന്. The release of believers from the bounds of sin-stricken, hostile world where we live in, as dispersed exiles, will end. It is about to end. That's what he is trying to say. ഈ ലോകത്തിൽ ജീവിക്കുന്ന വിശ്വാസികള് കഷ്ടതയൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് അവസാനിക്കാനുള്ള കാലം സമാഗതമായിരിക്കുന്നു എന്നുള്ളതാണ് പത്രോസ് പറയുന്നത്. So therefore, focusing on that bright future, the correct way of life in that situation is to be alert and sober-minded, or have clarity of vision and thought. അങ്ങനെ ശോഭനമായ ഒരു ഭാവി മുന്നിൽ കാണുന്നത് കൊണ്ട് ഈ കാലഘട്ടത്തില് വളരെ ശ്രദ്ധയുള്ളവരായിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും ന്യായമായ കാര്യം. So as we kneel down to pray, we have got to have that clarity of thought and vision. That's very important. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ ആ ഒരു വ്യക്തതയും ചിന്തയിലുള്ള ആ വ്യക്തതയും ആ നല്ല ദർശനവും നമുക്കുണ്ടായിരിക്കണം. We should not focus on the immediate suffering, but we need to focus on the future. നമ്മൾ അന്നേരം ഉണ്ടാകുന്ന ഭൗതികമായിട്ടുള്ള പീഡനങ്ങളെ കുറിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വരാൻ പോകുന്ന നന്മയെക്കുറിച്ച്, അനുഗ്രഹത്തെക്കുറിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. In other words, Peter is saying, mean business when you pray. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും പ്രാർത്ഥന എന്നുള്ള ആ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിപ്പീൻ. Do not just be going through the routine of prayers, but be actively involved with our entire beings involved in the action of prayer. ചടങ്ങായിട്ട് പ്രാർത്ഥിക്കാതിരിക്കുക, മറിച്ച് നമ്മളെ സമൂലമായിട്ടും സമർപ്പിച്ച് സമ്പൂർണമായിട്ട് പ്രാർത്ഥിക്കാനിടയാകട്ടെ. You know, I have 5 live grandchildren. Sometimes we sit together for our family prayers, and the oldest one would want to pray really quickly so he can go back and play, and the youngest one would sleep off but knows how to say amen when the prayer is done. We have 2 different types of mental acuity that we can see, and some of us are like that we go through prayer and we do criticize other denominations for reciting from Book of Common Prayer, but we do the same thing. We are not involved. Our being is not involved. We know when to say amen, but that's the extent of our involvement in prayer.
സഹോദരന് 5 കൊച്ചുമക്കളാണ്. അവരെല്ലാവരുമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. മൂത്ത ആള് പെട്ടെന്ന് പ്രാർത്ഥിച്ച് എങ്ങനെയും പോയി കളിക്കണമെന്നുള്ള ചിന്തയിലാണ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. ഇളയ ആളാണെങ്കിൽ പലപ്പോഴും അന്നേരം ഉറങ്ങുകയായിരിക്കും. എന്നാലും പ്രാർത്ഥന അവസാനിക്കുമ്പോൾ കൃത്യസമയത്ത് ആമേൻ പറയാനായിട്ട് അവൻ അറിയാം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഇതുപോലാണ്. സമൂലമായിട്ട് നമ്മൾ മുഴുവനായിട്ട് നമ്മളെ തന്നെ ആ പ്രാർത്ഥനയിൽ കേന്ദ്രീകരിച്ചല്ല നമ്മളും പ്രാർത്ഥിക്കുന്നത്. നമ്മൾ സമുദായക്കാരെ അവര് എഴുതിയ പ്രാർത്ഥന വായിക്കുന്നു എന്നൊക്കെ പരിഹസിക്കാറുണ്ടെങ്കിലും നമ്മുടെ പ്രാർത്ഥനയും പലപ്പോഴും അതുപോലെ തന്നെയാണ്. So Peter is saying that to handle suffering, you have to have clarity of thought and vision in mind, and you need to be actively engaged in prayer. പത്രോസ് പറയുന്നത് കഷ്ടം അനുഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സില് നമുക്ക് വളരെ ചിന്തയ്ക്ക് വളരെ വ്യക്തത വേണം. മാത്രമല്ല പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാനും കഴിയണം. And when we do that, the next thing, the selfless love, will emanate from us naturally. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ സ്വാർത്ഥതയില്ലാത്ത സ്നേഹം നമ്മളിൽ താനേ ഉണ്ടാകും. So he says, above all, maintain the constant love for one another, since love covers a multitude of sins. 8-ാം വാക്യത്തില് താൻ പറയാണ്, സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പീൻ, സ്നേഹം പാവങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു എന്ന്. So the word used again for constant love is keep loving one another as if it's a continuous tense. So keep loving one another. There's no end to it. ഉറ്റ സ്നേഹം എന്നുള്ളതിന് മൂലഭാഷയിലുള്ള അർത്ഥം സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുവേൻ, എപ്പോഴും തുടർമാനമായിട്ട് സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുവേൻ, അതിനൊരു അവസാനവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലാണ്. If you examine our love for brothers and sisters, is it a constant love? നമ്മുടെ സഹോദരീ സഹോദരന്മാരുള്ള സ്നേഹത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി. അത് തുടർമാനമായിട്ടുള്ള ഒരു സ്നേഹമാണോ? I call it seasonal love. നമ്മുടെ പലപ്പോഴും ഓരോ സീസൺ അനുസരിച്ചുള്ള സ്നേഹമാണ്. So when they are supporting us, when they are in line with what we want to do, we love our brothers and sisters to the highest level. The minute they are not doing that, they are relegated to the other end of the spectrum of love. നമ്മുടെ സഹോദരീ സഹോദരന്മാര് നമ്മളെ പിന്താങ്ങുമ്പോൾ നമുക്ക് അവരോട് വളരെ സ്നേഹമാണ്. എന്നാൽ അവർക്ക് നമ്മളെ പിന്താങ്ങാൻ കഴിയാത്ത അവസ്ഥകളിൽ നമ്മൾ മറ്റേ അറ്റത്തേക്ക് പോവുകയാണ്, അവരെ പകയ്ക്കുന്നവരായി. So there is no constancy in our love. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്നേഹത്തിൽ ഒരു തുടർമാനമായിട്ടുള്ള അനുഭവമില്ല. It's not a sustaining type of love. It varies depending on seasons, and that's why I call it seasonal love. നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഒരു സ്നേഹമല്ല, മറിച്ച് ഓരോ സീസൺ അനുസരിച്ച് പ്രത്യക്ഷപ്പെടുന്ന സ്നേഹമാണ്. So in this context, as they go through this difficulty, as their faith is questioned, if there is an absence of constant love and ministry from the fellow believers, it becomes very hard to continue in such a setting. ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ പീഡനത്തിലൂടെ കടന്നു പോകുമ്പോൾ സഹോദരന്മാരിൽ നിന്ന് സഹോദരിമാരിൽ നിന്നുള്ള തുടർമാനമായിട്ടുള്ള സ്നേഹം ലഭ്യമല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നേരിടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. So clarity in an engagement in prayer and constancy in love. പ്രാർത്ഥനയിലുള്ള സുസ്ഥിരതയും അതുപോലെ തന്നെ തുടർമാനമായിട്ടുള്ള സ്നേഹവും. Do we have clarity of mind in all situations as we kneel down to pray? നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് നമ്മുടെ ചിന്തയിൽ വ്യക്തതയുണ്ടോ? Do we practice non-varying, non-vacillating, pure, selfless love for others, topped off with forgiveness? Love covers a multitude of sin. It's not covering the sin. It is that it's a forgiving attitude that looks past the shortcomings of others. നമ്മൾ അതുപോലെ മറ്റുള്ളവരെ സുസ്ഥിരമായിട്ട് സ്നേഹിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? നമ്മളിവിടെ വായിക്കുന്നത് സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു എന്നാണ്. അപ്പം പിമ്പിലേക്ക് നോക്കാതിരിക്കാനായിട്ട് നമ്മുടെ സ്നേഹം ഇടയാക്കുന്നുണ്ടോ? So now let's look at the last 2 points really quickly. നമുക്ക് അവസാനത്തെ 2 പോയിന്റ് വളരെ പെട്ടെന്ന് തന്നെ കടന്നു പോകാം. So the first one was we have an example or a template of available for us to deal with suffering. Second was that we have a commandment to be sanctified. Third one was that we need to express our prayer and selfless love. And the fourth one is the exercise of spiritual gifts. നമ്മൾ ഒന്നാമതായി 3 പോയിന്റുകൾ നേരത്തെ തന്നെ ചിന്തിച്ചു കഴിഞ്ഞു. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കൃപാവരങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. Verses 9 and 10. വാക്യങ്ങൾ 9-10 പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിസൽക്കാരം ആചരിപ്പീൻ,
ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായ ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. This is the same teaching that Paul did in Ephesians chapter 4 verses 11 through 16, and he says there, and he himself gave some apostles, some prophets, some evangelists, and some pastors and teachers for the equipping of the saints, for the work of ministry, and for the edification of the body of Christ. പൗലോസ് അപ്പോസ്തലന് എഫേസ്യ ലേഖനം 4:7 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളിൽ സമാനമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, സുവിശേഷന്മാര് ഇവരെയൊക്കെ സഭയുടെ പൂർത്തീകരണത്തിനായിട്ട് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. So it is to equip or build up the body of Christ. കർത്താവിന്റെ ശരീരമായ സഭയെ വളർത്തുവാനായിട്ടാണ്, പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഇതൊക്കെ നൽകിയിരിക്കുന്നത്. If we do not practice our spiritual gifts, it affects the health of the church. നമ്മൾ നമ്മുടെ കൃപാവരങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ സഭയുടെ ആരോഗ്യത്തെ അത് ബാധിക്കും. Peter says, use it to serve others. നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കണം എന്ന് പത്രോസ് പറയുന്നു. Use your spiritual gifts to serve others. നമ്മുടെ കൃപാവരങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ ശുശ്രൂഷിക്കണം. The particular gift he is talking about is hospitality. ഇവിടെ അതിഥി സൽക്കാരം ആചരിക്കുന്നത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. The last couple of days I've been taken care of, and I'm watching the gift of hospitality in my brother's house. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിഥി സൽക്കാരത്തിന്റെ കാര്യങ്ങൾ പ്രായോഗികമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. But that's not what Peter's context is. In the middle of suffering, in the middle of tough times, if we do not take care of each other, the suffering becomes extremely difficult to handle. എന്നാൽ പത്രോസ് പറയുന്ന സന്ദർഭം അതുമല്ല, മറിച്ച് നമ്മുടെ കഷ്ടത്തിനിടയ്ക്ക് അന്യോന്യം അതിഥി സൽക്കാരം ആചരിച്ച് മറ്റുള്ളവരെ നമ്മൾ സേവിക്കുന്നതിനെ കുറിച്ചാണ്. Because the broader concept of this whole thing is how do we behave, or how do we prepare ourselves to handle sufferings. നമ്മുടെ കഷ്ടതയെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണല്ലോ ഈ ഭാഗത്തെ കേന്ദ്ര വിഷയം. So the exercise of spiritual gift in their intended purpose is vital to the Christian conduct, particularly in times of suffering. കഷ്ടതയുടെ സമയത്ത് ക്രിസ്തീയ പ്രവർത്തന രീതിയിൽ വളരെ മുഖ്യമായിട്ടുള്ളതാണ് നമ്മുടെ കൃപാവരങ്ങളെ ഉപയോഗിച്ച് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക. So do we practice spiritual gifts so that we are all prepared to handle suffering that comes our way? നമ്മുടെ വഴിയെ വരുന്ന കഷ്ടതകളെ നേരിടത്തക്ക വിധത്തിൽ നമ്മൾ നമ്മുടെ കൃപാവരങ്ങളെ ഉപയോഗിക്കുന്നുണ്ടോ? And the last point is the exuberance in proclamation. അവസാനത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ കർത്താവിനെ കുറിച്ച് പ്രസ്താവിക്കുമ്പോഴുണ്ടാകുന്ന ആ ആനന്ദത്തെ കുറിച്ചാണ്. So verse 11. 11ാമത്തെ വാക്യം, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണോ ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാനിടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. So the idea of us doing all of these disciplines in our life leads us to the opportunities to speak on behalf of Christ, and as we speak, as we minister, as we serve others, all of this converges into that ultimate purpose of our existence, which is the glory of the Lord Jesus Christ. നമ്മളിങ്ങനെ കഷ്ടാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അന്യോന്യം കൃപാവരങ്ങൾ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കുകയും ദൈവവചനം നമ്മൾ പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ ആത്യന്തികമായിട്ട് നമ്മളെക്കുറിച്ചുള്ള ദൈവോദ്ദേശമായ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ള കാര്യം സംഭവിക്കും. All of the Christian conduct is converged in and exploded out, converged in and then exploded out for the glory of God. നമ്മുടെ ക്രിസ്തീയ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും അത് എന്നിട്ട് സ്ഫോടനമായിട്ട് കർത്താവിന് മഹത്വം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. Our lives must become an exuberant proclamation of our God to the entire world. നമ്മുടെ ജീവിതം മുഴുവന്, ഈ ലോകത്തിൽ മുഴുവന് കർത്താവിനെ മഹത്വീകരിക്കത്തക്ക ഒന്നായിട്ട് തീരണം. Our actions must always reveal our Lord. നമ്മുടെ പ്രവൃത്തികൾ മുഴുവന് എല്ലായ്പ്പോഴും കർത്താവിനെ വെളിപ്പെടുത്തണം. Our lives must become an inviting habitation of the hope that we find in Christ. നമ്മള് Our lives must become an inviting habitation, inviting residence
of the hope that we find in Christ. നമ്മൾ കർത്താവിലുള്ള നമ്മുടെ പ്രത്യാശയുടെ ഒരു സ്ഥിര വാസസ്ഥലമായിരിക്കണം നമ്മുടെ ജീവിതം. There should never be anything apart from God, who is from what God is to us, who God is to us, and what He is, and what the future in Him will be. നമുക്ക് ആരായിരിക്കുന്നു, നമുക്ക് കർത്താവിൽ ലഭിക്കുന്ന ഭാവി എന്തായിരിക്കാൻ പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം ജീവിതത്തിലുള്ളത്. And if you do that, you can handle suffering as these believers were admonished to do. നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ വിശ്വാസികളോട് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെട്ടേക്കുന്ന പോലെ കഷ്ടതയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാനായിട്ട്. All to the glory of the sovereign God. എല്ലാം സർവാധികാരിയായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട്. So as I conclude, let me put it all together in one sentence. ഞാൻ ഇത് അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ വാചകത്തിൽ ഇതെല്ലാം ഒന്ന് ചുരുക്കി പറയട്ടെ. And so for translation purposes, I will break it in pieces. പരിഭാഷയുടെ സൗകര്യത്തിനായിട്ട് പലതായിട്ട് പറയാം. First I will read the entire thing and then I will break it. ഒന്നാമതായിട്ട് മുഴുവൻ വായിക്കും, അതിനുശേഷം അത് വിഭജിച്ച് പറയാം. An obedient, committed life to Christ, victorious over sins, expressing selfless love, offering prayers from a clear conscience, using spiritual gifts to serve one another, leads to an exuberant proclamation of the glory of God. Let's break it up. An obedient, committed life to Christ, വളരെ അനുസരണമുള്ള ദൈവത്തിന് സമർപ്പിതമായ ഒരു ജീവിതം, victorious over sins and expressing selfless love, പാപത്തിന്റെ മേൽ വിജയമുള്ള, അതുപോലെ നിസ്വാർത്ഥമായ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ജീവിതം, offering prayers from a clear conscience, ഒരു ശുദ്ധ മനസാക്ഷിയിൽ നിന്ന് പ്രാർത്ഥന അർപ്പിക്കുന്ന ഒരു ജീവിതം, using spiritual gifts to serve one another, കൃപാവരങ്ങള് മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജീവിതം. all of those preceding things leads to an exuberant proclamation of the glory of God in our lives. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തെ നമ്മൾ വളരെ അതിസന്തോഷത്തോടെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമായിട്ട് പരിണമിപ്പിക്കും. And so all the sufferings in the world doesn't mean anything to us at that point in time. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ സകല കഷ്ടങ്ങളും നമ്മളെ സംബന്ധിച്ച് അത് യാതൊരു വിലയും ഉള്ളതല്ല. May the Lord help us to get there. I don't think I am there. I don't think any one of us are there. May the Lord help us to get there. ഞാൻ ആ അവസ്ഥയിലാണെന്ന് പറയുന്നില്ല, നമ്മൾ ആരെങ്കിലും ആ അവസ്ഥ പ്രാപിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ നമുക്കെല്ലാം ആ അവസ്ഥയിൽ എത്തിച്ചേരാനായിട്ട് ഇടയാകട്ടെ. And as we said, all glory and honor to our Lord Jesus Christ and the triune God. സകല മഹത്വവും കർത്താവിനും ത്രിയേക ദൈവത്തിനും അവന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.